കാറ്റത്തെ കിളിക്കൂട്ടിൽ സുധീഷിനെ ചേർത്ത് പിടിച്ച് നിധി. അങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ സുഭാഷേട്ടനാണെങ്കിൽ ആരോടും പറയാതെ പോകുന്നൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ കാണാനായിട്ട് കഴിയുക. ഇതേ സമയം സുഭാഷേട്ടൻ എവിടെ പോയി എന്നറിയാതെ എല്ലാവരും കൂടി പരക്കം പായുകയാണ്. റൂമിൽ അവസാനം തപ്പുമ്പോൾ ഒരു ലെറ്റർ കിട്ടുകയാണ്. അനിയന്മാരുടെ ജീവിതത്തിനായിട്ട് ഈ ജ്യേഷ്ഠൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോകുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ആ ലെറ്റർ നിധിക്കാണ് കിട്ടുന്നത്. ഉടനെ തന്നെ അവരെല്ലായിടത്തും പോയി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ലഭിക്കുന്നില്ല നമ്മുടെ സുഭാഷേട്ടനെ. അതുകൊണ്ട് തന്നെ നിധി പറയുന്നുണ്ട്, ഇനിയും വൈകിക്കേണ്ട, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാമെന്ന്. ഒടുവിലതാ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാനായിട്ട് പോവുകയാണ് പ്രേക്ഷകരെ നമ്മുടെ സുധീഷും നിധിയും. അങ്ങനെ ഇൻസ്പെക്ടർക്ക് ആ ലെറ്റർ കൈമാറുമ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ ഏട്ടനാണെങ്കിൽ ആ ജ്യോത്സ്യൻ പറഞ്ഞത് വിശ്വസിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിപ്പോയത്, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറയുന്നു. ഇനി അദ്ദേഹം എന്തു ചെയ്യുമെന്നോ എങ്ങനെ ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല, കാരണം അയാളുടെ മനസ്സ് നമ്മുടെ കയ്യിലല്ലല്ലോ എന്ന് പറയുന്നു. എന്തായാലും ഇന്ന് തന്നെ അന്വേഷണം തുടങ്ങാം, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഒടുവിൽ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് നമ്മുടെ സുധീഷ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്, കഴിയുന്നുണ്ട്. ഒടുവിലതാ നിധി സുധീഷിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് പ്രേക്ഷകരെ. കരയില്ല സുധീഷെ, സുഭാഷേട്ടനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആശ്വാസമേകുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്.